പക്ഷെ ഞാൻ പേടിച്ച ഒരാളുണ്ട്, അത് ശിവാജി സാർ. ഗ്രേറ്റ്. ഞാൻ ഓടി ആ പടം ഞാൻ ചെയ്തില്ല. യെസ്. ഞാൻ അഡ്വാൻസ് മേടിച്ച് പൂജയ്ക്ക് പോയതാ. കഴിയില്ലാന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നപ്പോഴത്തെ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ നമുക്ക് പരിചയമില്ല. ഇവരൊക്കെ ഞാൻ പറഞ്ഞാൽ യുവാക്കളാണ്, അതല്ലല്ലോ നമ്മൾ നിൽക്കുന്ന. നമ്മൾ ചെറുപ്പം മുതലേ കണ്ട് വളർന്നേക്കുന്ന ഒരാൾ. അപ്പം അതിന് മുമ്പിൽ നമ്മളിങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മളിൽ ഒറിജിനലായിട്ടുണ്ട്. അയാളുടെ മകനായിട്ട് അഭിനയിക്കുന്ന ഒരു താന്തോന്നിയായ മകനും അങ്ങനെ നമ്മളുടെ വഴക്കും ബഹളമൊക്കെയാണ്. ആ പടം അങ്ങനെ ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണ്. ഇയാളെ എതിർത്ത് നിൽക്കുന്ന ഒരു മകൻ്റെ കഥാപാത്രമാണ്. അപ്പം ഞാൻ അപ്പം ഞാൻ അതിനകത്തേക്ക് എങ്ങനെ ചെയ്യണം, നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കണ്ടേ. അതെ അതെ അതെ. ഞാൻ ബാലാജി സാറ്, അമ്മായി മറ്റേ ഫാദറിൻ്റെ അല്ല മോഹൻലാലിൻ്റെ പുള്ളിയായിട്ട് ഞാൻ പോകുന്നത് ഈ പൂജയ്ക്ക്. ഏറ്റവും കൂടുതൽ പടം എടുത്തിരിക്കുന്ന ശിവാജി സാറിനെ വെച്ചിട്ട് ബാലാജിയിലെ ഒരാളാണ്. ബാലാജിയായിട്ട് ഭയങ്കര അടുപ്പാണ്. പിന്നെ ബാലാജിക്ക് പറയും, ബാലാജി ഇങ്ങനെ ഇരിക്കുള്ളൂ പുള്ളി. പിന്നെ അപ്പോൾ പുള്ളി ഇങ്ങനെ ഇത്രയും വലിയ ശരീരം, വല്ല 6 അടി 2 ഇഞ്ച് പൊക്കവും 18 വീതിയും. പുള്ളി അതേപോലെ സ്ക്വയറാ, 6 ഫീറ്റ് സ്ക്വയർ. ഒരു 6 ഫീറ്റ് സ്ക്വയർ, അല്ലാതെ നീട്ടത്തിലുള്ള ഒരു വെർട്ടിക്കലല്ല. ഈ വീതിയുണ്ട് അതേപോലെ. ആ പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കുടിയ. അപ്പോൾ നോക്കുമ്പോൾ ഒരു 10 പോലെയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇത് അശുപോലും എടുത്തിട്ട് ഇതിൻ്റെ കൂടെ പോവാം. അപ്പോൾ പുള്ളി പറഞ്ഞു, അണ ഇതാ എന്താ പയ്യനാ ആക്ട് പണ്ട രവീന്ദ്രൻ. പുള്ളി ഇങ്ങനെ ഷോട്ടിന് വേണ്ടിയിട്ട് പൂജയ്ക്ക് പോയ ഒരു നോട്ടം, ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. ഞാനെങ്ങനെ ഇതിനകത്ത് പോയിട്ട് നമുക്ക് കളിച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞ് ഞാൻ അങ്ങനെ അഭിനയിച്ച് പരിചയമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ഞാൻ വന്നേക്കണേ. അപ്പം ഞാൻ കമലഹാസനായിട്ട് ചെയ്യുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഫീൽ ചെയ്തില്ല. ഞാനത് കാഷ്വലായിട്ട് എടുക്കാൻ പറ്റി, രജനീകാന്തായിട്ട് അങ്ങനെ ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റി. പക്ഷെ ഇത് ആദ്യത്തെ തന്നെ വന്നിട്ടുള്ള സെറ്റപ്പ് തന്നെ സ്റ്റാർട്ടിങ് ഇങ്ങനത്തെ ഒരു ഭയങ്കര ബിൽഡപ്പിലാണ് പറഞ്ഞത്. ഈ ബിൽഡപ്പിനുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ ഓടി. എന്നെ ഒരുപാട് ചീത്ത പറയും എല്ലാവരും. എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് പടത്തിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്. എനിക്ക് ഇപ്പം അറ്റ്മോസ്ഫിയർ കറക്റ്റ് അല്ലെങ്കിൽ ഫിറ്റ് ആവില്ല എന്ന് കണ്ടാൽ ഞാൻ ചെയ്യാറില്ല.